കോക്ടെയിലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമത്രേ. മോഷണത്തിനായി കഴിഞ്ഞ സർക്കാർ ആരംഭിച്ച കൂട്ടുകൃഷിയിൽ പിടി വീണപ്പോൾ പാവം മാണിസാർ മാത്രമാണ് കള്ളനായത്. ബാക്കിയുള്ളവരെല്ലാം നിൽക്കാൻ പഠിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഓരോരുത്തരുടെയും പിടി ഓരോന്നോരോന്നായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. മുൻ അബ്കാരി മന്ത്രി ബാബുവിൻ്റെ കള്ളക്കീശയിൽ കൈയിട്ടാണ് ജേക്കബ് തോമസ് സാർ തുടങ്ങിയത്. ബാബുവിനെ പിടിക്കുക എന്നാൽ അത് ബാബുവിനെ മാത്രം പിടിക്കലല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? ബാബു സാർ വെറും ഒരു തുമ്പു മാത്രമാണെന്നും മുല്ലപ്പള്ളി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വമ്പൻ സ്രാവുകൾ വേറെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ ചങ്കിടിപ്പിൻ്റെ ഇരട്ടിയാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെ ചങ്കിടിപ്പ് ഇപ്പോൾ. അതുകൊണ്ട് ബാബുവിനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് മറ്റുള്ളവർ. വിജിലൻസിൻ്റെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാബു സാറിന് പിതൃസ്വത്തായി കിട്ടിയ സമ്പാദ്യം പൊട്ടാത്ത 3 ഗ്ലാസും പൊട്ടിയ 1 ഗ്ലാസും പുറംപോക്കിൽ ചായച്ചു കിട്ടിയ ഒരു കൂരയുമാണെന്നാണ് തൃപ്പൂണിത്തുറക്കാർ പറയുന്നത്. അതിൽ നിന്നാണത്രേ ബാബു സാർ അധ്വാനിച്ച് ഇത്രയും ഉണ്ടാക്കിയത്. ഓരോ ആളുകൾ കഷ്ടപ്പെട്ട് 4 കാശുണ്ടാക്കുമ്പോൾ നാട്ടുകാർക്ക് അസൂയ സ്വാഭാവികമാണല്ലോ. ഇതിനകത്തിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ 3-4 ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ തേനിയിൽ 120 ഏക്കർ സ്ഥലം എനിക്കുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ 2008 നവംബർ 3-ാം തീയതി എൻ്റെ മരുമകൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരും ബാബു എന്നാണ്, അതായിരിക്കാം ചിലപ്പോൾ, അദ്ദേഹം ബാങ്ക് ഡ്രാഫ്റ്റ് കൊടുത്ത് 60 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് എനിക്ക് അനധികൃതമായി ഒരുപാട് സ്വത്തുണ്ടെന്നാണ്. യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ബിനാമിയായിട്ട് പറഞ്ഞ ഇവിടെ ഒരു റോയൽ ബേക്കറി മോഹൻ, സത്യത്തിൽ എനിക്ക് ആ പുള്ളിനെ അറിയുക പോലും ചെയ്യില്ല. അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോമിനേഷൻ കൊടുത്ത പേപ്പറുണ്ട്. ഇതിനകത്ത് പറഞ്ഞത് വിട്ടിട്ട് ഒരു സ്വത്തും എനിക്കില്ല. ഞാൻ ആരുടെ പേരിലും ഒരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല. ഈ മന്ത്രിമാരും MLA-മാരും ഒക്കെ മനുഷ്യരാണ്. അവർക്കും ഇവിടെ ജീവിക്കണം. ഒരു ദിവസം ചെലവ് കഴിയാനായി നുള്ളിപ്പെറുക്കി വെച്ചിരുന്ന 1.5 ലക്ഷം രൂപയാണ് ആ കാബാലികർ എടുത്തുകൊണ്ട് പോയി കളഞ്ഞത്. എനിക്കിത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. 1.5 ലക്ഷം രൂപ ഉണ്ട്. 1.5 ലക്ഷം രൂപ ഇവിടുന്ന്, അല്ലാതെ വലിയൊരു തുകയൊന്നും പിടിച്ചു കൊണ്ടുപോയിട്ടില്ല. എനിക്ക് എൻ്റെ ദൈനംദിന ആവശ്യങ്ങളുണ്ടല്ലോ, വണ്ടി ഓടിക്കണം, അതുപോലെ എൻ്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള, അതല്ലാതെ വേറെ ഇത്രയും പരിശോധിച്ചിട്ടും വേറെ ഒന്നും കണ്ടുപിടിച്ചു. ബാബു സാറിൻ്റെ ഇന്നത്തെ ഗതിയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഭരണകർത്താക്കളാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതിലും ഹാപ്പിയായി ഒരാൾ അങ്ങ് പാലായിലുണ്ട്. കഴിഞ്ഞ 3 വർഷമായി മാണി സാറിന് ഇത്ര സന്തോഷമുണ്ടായ ദിവസം വേറെ ഉണ്ടാകാനിടയില്ല. നിയമത്തിന് വഴിക്ക് പോയിട്ട് നീതിനിഷ്ഠമായിരിക്കണം ഏതന്വേഷണവും. പ്രതികാര ബുദ്ധിയോടെയോ രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നീതിനിഷ്ഠമായുള്ള അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാണി സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായങ്ങളൊന്നും. അന്വേഷണം നടക്കട്ടെ, നീതിനിഷ്ഠമായി സത്യസന്ധമായി അന്വേഷണം നടക്കട്ടെ. സത്യം ആത്യന്തികമായി വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബാബു സാറിൻ്റെ അവസ്ഥ. സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ ഒരു അത്യാഹിതം വന്നപ്പോൾ സംരക്ഷിക്കേണ്ട ആ സുധീരൻജി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കണ്ട, എന്തെങ്കിലും ഒരക്ഷരമെങ്കിലും മിണ്ടിക്കൂടെ? ഇല്ല, സുധീരൻജി മിണ്ടില്ല. അങ്ങനെ ഒടുവിൽ UDF-ലെ പാരവെപ്പുകാരനെ മാണി സാർ പരസ്യമാക്കി കളഞ്ഞു. അത് ചെന്നിത്തലാജിയാണെന്ന് പറയുന്ന റിപ്പോർട്ട് മാണി സാർ തന്നെ പുറത്തുവിട്ടു. മാണി സാറിന് തന്നെ വാലും തലയും ഇല്ലാത്തതുകൊണ്ട് റിപ്പോർട്ടും അതുപോലെ തന്നെയാണെന്നാണ് ചെന്നിത്തലാജിയുടെ മറുപടി. അങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ലെന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച ചെയർമാൻ CF തോമസ് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. തന്നെയല്ല, മാധ്യമങ്ങൾ ഇത്തരം വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആരും ഉത്തരവാദിത്വമില്ല, വാലും തലയില്ലാത്ത റിപ്പോർട്ടാണ്. ചാനലിൽ വന്ന കാര്യം എന്ത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ചാനൽ എന്താ വന്നത് ഞാൻ നിരീക്ഷിച്ചില്ല. അപ്പോൾ അത് ശരിയാണോ തെറ്റാന്ന് എനിക്ക് പറയാനൊക്കില്ല. ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. അവരുടെ പാർട്ടിയുടെ ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ കുറേ കൂടി അവധാനത കാണിക്കണമെന്നാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും കമ്പ്യൂട്ടർ പ്രിൻ്റ് എടുത്ത് വാർത്ത കൊടുക്കാം. വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരു ആധാരം ഉണ്ടാകണം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
പാർട്ടിയെ സംബന്ധിച്ച അന്വേഷണങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ വരുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ എനിക്ക് അറിയാം, നേരിട്ടറിയാം. അത്രയുള്ള ഒരു കാര്യം. കാറ്റുള്ളപ്പോൾ തൂറ്റാനായി നമ്മുടെ ഹസൻജി രംഗത്തെത്തിയിരിക്കുകയാണ്. ബാബു സാറിനെ പോലെ നിത്യജീവിതത്തിന് വേണ്ടി 4 കാശുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാത്ത KPCC പ്രസിഡന്റിനെ പുറത്താക്കണം എന്നാണ് ഹസൻജിയുടെ മതം. ദേശീയ തലത്തിൽ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സംഘടനയായി മാറിയതിന്റെ ഫലമായി ഇന്ന് നാം നേരിടുന്ന കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന്, സംഘടനാപരമായ ദൗർബല്യത്തിന് അടിസ്ഥാന കാരണം ഇതിൽ ജനാധിപത്യം കുറഞ്ഞ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. കുറഞ്ഞ് ഏകാധിപത്യ പ്രവർത്തനം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസിന് എന്നാൽ അങ്ങനെ വികാരം കൊള്ളാനൊന്നുമില്ല. തനിക്ക് കിട്ടേണ്ടതൊക്കെ കൃത്യമായി കിട്ടുന്നത് കൊണ്ട് ഈ നാട്ടിലല്ല എന്ന് പറയാനാണ് ടിയാന് താല്പര്യം. അല്ല, ഒരു വർദ്ധിതമായ വീര്യത്തോടെ പാർട്ടി സംവിധാനം തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നൊരു വിമർശനാത്മകമായി നോക്കി കാണുന്നില്ല. ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഒരു ഭാഗമാണ് പുനഃസംഘടന. അപ്പോൾ അത് അതിൻ്റെതായ നിലയിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പോസിറ്റീവായി കാണണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ അതിനെ ഒരു വിവാദത്തിലേക്കോ അല്ലെങ്കിൽ അതൊരു ന്യൂനതയായിട്ടോ കാണേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും. ജനാധിപത്യ ചേരിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം വളരെ കൃത്യമായി BJP ഇത്രയ്ക്ക് പുരോഗമിച്ചു പോയോ എന്ന് ഒരു വേള സംശയിച്ചു പോയി. മറ്റൊന്നുമല്ല, ശബരിമല വിഷയത്തിൽ നമ്മുടെ സുരേന്ദ്രൻജി പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാം വെറുതെയായി. സുരേന്ദ്രൻജി പറഞ്ഞത് കറക്റ്റ് അല്ലെന്ന തിരുത്തുമായി അതാ വരുന്നു കുമ്മനംജി. അല്ലെങ്കിലും ഈ പുരോഗമനമൊന്നും BJPക്ക് പറഞ്ഞിട്ടില്ലല്ലോ. മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പെരുമാറുന്നത്. ഒരു മതേതര സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് 365 ദിവസവും ക്ഷേത്രം തുറന്നിടണം, അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും 1000 രൂപ 500 രൂപ വെച്ച് പിരിക്കണം, ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം സ്ത്രീകൾക്ക് നൽകണം. ഇതൊക്കെ ഒരു മതേതര സർക്കാരിൻ്റെ ഭരണകൂടത്തിൽ ഇരിക്കുന്നവർ നിശ്ചയിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഹജ്ജിന് വക്കോട്ടെ എന്ന് പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ എല്ലാ ദിവസവും മലകയറ്റവും നടക്കട്ടെ, എല്ലാ ദിവസവും തുറന്നിട്ട് അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച കാലഘട്ടം നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് ശരിയാണോ? അവരവരുടെ ആരാധനാലയങ്ങൾ സംബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസക്രമങ്ങളും ഉണ്ട്. അത് പരിരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്. അത് പരിരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ സർക്കാരോ ഇടപെടുന്നത് ശരിയല്ല. ദേവസ്വം മന്ത്രി ക്ഷേത്ര ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. ദേവസ്വത്തിൻ്റെ ഭരണത്തിന് ദേവസ്വം ബോർഡ് സ്വയം പര്യാപ്ത സ്ഥാപനമുണ്ട്. ആ ദേവസ്വം ബോർഡ് സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളെ മുഴുവൻ തന്നെ നോക്കുകുത്തികളാക്കി മാറ്റുക, പാവകളാക്കി നിർത്തുക, എന്നിട്ട് ദേവസ്വം മന്ത്രി കടന്നു കയറി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുക, ഇത് ഒരു മതസ്വാതന്ത്ര്യ ധ്വംസനമാണ്.